എല്ലാം കൂടുതലുണ്ടായിരുന്നു. ഞാൻ സൈഡിലെത്തി ടേബിളെല്ലാം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ടേബിളെല്ലാം സെറ്റ് ചെയ്തു. പിന്നെയാണ് ഓർത്തത് ബാലുവിൻ്റെയൊക്കെ സ്റ്റേജാണ്, വലിയ സ്റ്റേജാണ്, 1.5 ലക്ഷത്തിൻ്റെ സ്റ്റേജ് എന്ന് പറഞ്ഞു. പിന്നെ സ്റ്റേജ് കാണാൻ വേണ്ടി ഞാനും കണ്ണെണ്ണം കൂടി മുകളിലോട്ട് പോയി. സ്റ്റേജ് കണ്ടപ്പോൾ ഞെട്ടി കേട്ടോ. ഫ്ലവർ കൊണ്ട് കളിച്ചിട്ടുണ്ട്. മുല്ലപ്പൂവാണ് മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളത്. 1.5 ലക്ഷം രൂപയ്ക്ക് നല്ല മുതലാണ്. ഗ്രേസിയസ് ടീമാണ് ചെയ്തേക്കുന്നത്. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും കോൺടാക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നല്ല റേറ്റ് കുറച്ച് സ്റ്റേജ് ചെയ്ത് തരും. അങ്ങനെ സ്റ്റേജിൻ്റെ വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞ് അപ്പോഴാണ് പെണ്ണ് സ്റ്റേജിലേക്ക് വരുന്നത് കണ്ടത്. പിന്നെ അധികം നേരം അവിടെ നിന്നില്ല, നേരെ സദ്യയിലത്തിലിട്ടു. അവിടെ ചെന്ന് തൊടുകറിയും മറ്റ് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ നിന്നു. സാധനങ്ങളെല്ലാം ലോഡ് ചെയ്ത് സെറ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് ഒതുക്കുകയാണ് എല്ലാവരും കൂടി ചേർന്ന്. പിന്നെ നേരെ പാചകപ്പേരിലോട്ടാണ് പോയത്. ആ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കയറ്റണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോൾ പായസവും തോരനും ആകുന്നേ ഉള്ളായിരുന്നു. കുറച്ച് നേരം അത് നോക്കിക്കൊണ്ട് നിന്നിട്ട് നേരെ വീണ്ടും തൊടുകറിയെല്ലാം അടിച്ച് സെറ്റാക്കാൻ വേണ്ടി പോയി. ഓരോരുത്തരായിട്ട് പയ്യന്മാരുണ്ടായിരുന്നു, 10-30 പയ്യന്മാരുണ്ടായിരുന്നുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. വർക്ക് പിന്നെ നമ്മുടെ KPS ഇവൻസ് ആയിരുന്നു. അത്യാവശ്യം നല്ല വർക്കാണ്. ഇന്നത്തെ ഒരു പ്രൈം വെജ് സദ്യയായിരുന്നു. പയ്യന്മാരെ എല്ലാം ഇട്ടത് നദീറാണ്. എല്ലാം നദീറിൻ്റെ പയ്യന്മാരായിരുന്നു. ആ കൂട്ടത്തിലാണ് എന്നെയും കണ്ണനെയും വിളിച്ചത്. ഞങ്ങളവിടെ എത്തി. നദീർ ഒരു ഉത്തരവാദിത്തോടെ എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് പന്തിക്കുള്ള ആര് കയറി. 400 സീറ്റോളം ഉണ്ടായിരുന്നു. 400 സീറ്റും ഫുള്ളായിരുന്നു ഫസ്റ്റ് പന്തിയിലെ. മൊത്തം 1500 പേർക്ക് അടുപ്പിച്ചായിരുന്നു ഫുഡ് പറഞ്ഞിരുന്നത്. 1300ഓളം പേര് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പയ്യന്മാരധികം ഉള്ളതിനാൽ കുഴപ്പമില്ലായിരുന്നു. എളുപ്പം തന്നെ അടുത്ത സെക്കൻഡ് പന്തി സെറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ കയറ്റാൻ പറ്റി. അധികം ലാഗൊന്നും ഇല്ലാതെ തന്നെ. പന്തികൾ 1, 2, 3, 4 അങ്ങനെ 4 പന്തികൾ വന്നു. AC ഹാളായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. പക്ഷേ AC അല്പം കുറച്ചാണ് ഇട്ടിട്ടുള്ളൂ എന്ന് ഡൗട്ട് വന്നു. പിന്നെ ചാനൽ സബ് ചെയ്യാനുള്ള കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു. അവന്മാരെല്ലാം ഞാൻ ചാനൽ സബ് ചെയ്യിപ്പിച്ചു. ചാനൽ സബ് ചെയ്തതിന് ശേഷം അവൻ്റെ ഒരു ചിരി ഉണ്ടായിരുന്നു. അവസാനത്തെ പന്തി ആയപ്പോൾ ഞാനും കയറിയിരുന്ന് കഴിച്ചു. ഈ ഫുഡും കഴിച്ചിട്ട് നേരെ അടുത്ത വർക്കിന് പോകണം. അതുകൊണ്ട് നേരത്തെ തന്നെ കയറിയിരുന്നു. അവസാനം